നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകത്തെ പല രാജ്യങ്ങളും പ്രധാനമായും ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് ജനസംഖ്യയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ വർധനവാണ് രേഖപ്പെടുത്തുന്നതെങ്കിൽ ജപ്പാൻ, റഷ്യ, ഇറ്റലി പോലുള്ള രാജ്യങ്ങൾ ജനസംഖ്യയിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. ഇവിടെ ജനസംഖ്യയിൽ വർധനവുണ്ടാക്കാൻ സർക്കാർ ഇടപെട്ട് നിരവധി പദ്ധതികൾ പ്രഖ്യാപിക്കാറുണ്ട്. അടുത്തിടെ ജനസംഖ്യാ വർധനയ്ക്കായി എന്ത് വഴിയും സ്വീകരിക്കാൻ ഒരുക്കമാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴിതാ പുടിന്റെ പ്രഖ്യാപനം കണക്കിലെടുത്ത റഷ്യയിലെ ചില പ്രവിശ്യകൾ നടത്തിയ വിചിത്ര പ്രഖ്യാപനം എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. പ്രസവിച്ചാൽ ഉടൻ പണം. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് ഭരണകൂടം നൽകിയ ഓഫർ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് റഷ്യൻ ജനത. ജപ്പാനും ചൈനയ്ക്കും പിന്നാലെ ജനനനിരക്ക് ഉയർത്തുന്നതിനുള്ള നടപടികൾ ഊർജിതമാക്കുകയാണ് റഷ്യൻ ഭരണകൂടം. ഇതിന്റെ ഭാഗമായി ഗർഭിണിയാകുന്ന സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് പ്രസവ ചെലവിനും ശിശുപരിപാലനത്തിനും 1 ലക്ഷത്തിലധികം രൂപ പ്രതിഫലവും നൽകുമെന്ന പ്രഖ്യാപനമാണ് റഷ്യ നടത്തിയിരിക്കുന്നത്. റഷ്യയിലെ 10 പ്രവിശ്യകളിൽ പദ്ധതി നടപ്പിൽ വന്നുകഴിഞ്ഞു. ജനസംഖ്യാ വർധനയ്ക്കായി എന്ത് വഴിയും സ്വീകരിക്കാൻ ഒരുക്കമാണെന്ന് കഴിഞ്ഞ മാർച്ചിൽ പ്രസിഡന്റ് പുടിൻ വ്യക്തമാക്കിയിരുന്നു. ഈ പ്രഖ്യാപനമാണ് നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. എന്നാൽ മുതിർന്ന സ്ത്രീകൾക്കായി മാത്രം പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ സ്കൂൾ വിദ്യാർത്ഥിനികൾക്കും ബാധകമാക്കിയതോടെ കടുത്ത വിമർശനവും ഉയരുന്നുണ്ട്. 2023 കണക്കനുസരിച്ച് റഷ്യയിലെ സ്ത്രീകളുടെ പ്രത്യുൽപാദന നിരക്ക് 1.41 നിലവിലെ ജനസംഖ്യ പിടിച്ചു നിർത്തണമെങ്കിൽ അത് 2.05 ആകണം. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ 2.5 ലക്ഷത്തിലധികം പട്ടാളക്കാർ മരിച്ചെന്നാണ് കണക്ക്. നാട് വിട്ടുപോയവർ ആയിരക്കണക്കിന് വരും. ഇതെല്ലാം ജനസംഖ്യ വീണ്ടും കുറയാൻ കാരണമാകുമെന്നതിനാൽ ഗർഭഛിദ്രത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. കൗമാരക്കാരായ പെൺകുട്ടികൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നതിനെതിരെ റഷ്യക്കാർക്കിടയിൽ വലിയ രീതിയിൽ എതിർപ്പും ഉയരുന്നുണ്ട്. പഠനവും ജോലിയുമായി മുന്നോട്ട് പോകേണ്ട കുട്ടികളെ പ്രസവത്തിലേക്ക് തള്ളിവിടുന്നത് മനുഷ്യത്വരഹിതമാണെന്നാണ് പ്രധാന വിമർശനം. കൗമാരപ്രായത്തിലുള്ള ഗർഭധാരണം കുട്ടികളിൽ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉയരുന്ന മറ്റൊരു പ്രധാന ആശങ്ക. റഷ്യൻ റിപ്പബ്ലിക്കായ കരേലിയ പ്രായപൂർത്തിയായ വിദ്യാർത്ഥികൾക്ക് നേരത്തെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. ആരോഗ്യമുള്ള കുഞ്ഞിന് ജന്മം നൽകുന്ന വിദ്യാർത്ഥിനികൾക്ക് 1 ലക്ഷം റൂബിൾ രൂപ നൽകുന്നതാണ് പദ്ധതി. അതായത് ഏകദേശം 81,000 രൂപ. 2025 ജാനുവരി മുതൽ പ്രാബല്യത്തിലെത്തിയ ഈ പ്രസവ പ്രോത്സാഹന നയത്തിൽ പങ്കെടുക്കാൻ തയ്യാറാകുന്നവർ 25 വയസ്സിന് താഴെയുള്ള ആളായിരിക്കണമെന്ന നിബന്ധനയുമുണ്ട്. ഒരു പ്രാദേശിക സർവകലാശാലയിലോ കോളേജിലോ മുഴുവൻ സമയ വിദ്യാർത്ഥിയും കരേലിയയിലെ താമസക്കാരിയുമായിരിക്കണം എന്നിങ്ങനെയാണ് പദ്ധതിയിലെ നിബന്ധനകൾ. പ്രസവത്തിൽ കുട്ടി മരിക്കുകയാണെങ്കിൽ ഈ ബോണസ് കിട്ടില്ല. യുക്രൈനുമായുള്ള യുദ്ധത്തിന് പിന്നാലെ വിദേശത്തേക്കുള്ള പൗരന്മാരുടെ പലായനവും രൂക്ഷമായ ജനസംഖ്യാപരമായ പ്രതിസന്ധിയും രാജ്യം അഭിമുഖീകരിക്കുന്നതിനിടെയാണ് റഷ്യയിൽ ഇത്തരത്തിലുള്ള നയങ്ങൾ കൊണ്ടുവരുന്നത്. റഷ്യയിലെ ജനനിരക്ക് നിലവിൽ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലാണ്. 2024 ആദ്യ പകുതിയിൽ 5,99,600 കുട്ടികളാണ് റഷ്യയിൽ ജനിച്ചത്. 25 വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. 2023 കാലയളവിനെ അപേക്ഷിച്ച് 16,000 കുട്ടികളുടെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. റഷ്യയിലെ മറ്റ് റിപ്പബ്ലിക്കുകളും ജനനനിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള സമാന പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. കൂടാതെ റഷ്യൻ സർക്കാർ പ്രസവ സംബന്ധമായ ആനുകൂല്യങ്ങളും ഈ വർഷം ഉയർത്തിയിട്ടുണ്ട്. ആദ്യമായി അമ്മയാകുന്നവർക്ക് 6,77,000 റൂബിൾസ് ആണ് നൽകുന്നത്. കഴിഞ്ഞ വർഷം ഇത് 6,30,400 റൂബിൾസ് ആയിരുന്നു. രണ്ടാമത്തെ കുഞ്ഞിന് 8,94,000 റൂബിൾസ് ആണ് കിട്ടുക. 2024 ഇത് 8,33,000 റൂബിൾസ് ആയിരുന്നു. ജനനസംഖ്യ വർധനവ് ഉണ്ടാകുന്നത് ഭൗമരാഷ്ട്രീയ ശക്തി വർദ്ധിക്കുന്നതിന് തുല്യമാണെന്ന് പുടിൻ കണക്കാക്കുന്നു. റഷ്യൻ ജനസംഖ്യ കുറവ് വരുത്താൻ യുക്രൈൻ യുദ്ധം ഒരു കാരണമായിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. റഷ്യൻ ജനസംഖ്യ വർധനവിന് ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നു ഇത്. രാജ്യത്തുള്ള യുവാക്കളിൽ ഭൂരിഭാഗവും വിദേശ രാജ്യങ്ങൾ തേടി പോവുകയാണ്. ഭാവിയിൽ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് വളർത്താനുള്ള മടിയും പലരും പങ്കുവയ്ക്കുന്നുണ്ട്. ഇതൊക്കെ രാജ്യത്തിന്റെ ജനസംഖ്യാ പ്രതിസന്ധിക്ക് കാരണമാകുന്നുണ്ട്. യുക്രൈൻ ആക്രമിച്ച് അവരുടെ പ്രദേശം നിയമവിരുദ്ധമായി പിടിച്ചെടുത്ത് റഷ്യയുടെ ഭൗതിക വലിപ്പ് വർദ്ധിപ്പിക്കാനുള്ള പുടിന്റെ ശ്രമങ്ങൾ റഷ്യയുടെ ജനസംഖ്യയ്ക്കുണ്ടാക്കിയത് വലിയ തിരിച്ചടിയാണ്. 2,50,000 റഷ്യൻ സൈനികരാണ് യുക്രൈൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. ഇതോടൊപ്പം യുദ്ധത്തെ തുടർന്ന് ഉന്നത വിദ്യാഭ്യാസമുള്ള റഷ്യക്കാരിൽ ലക്ഷക്കണക്കിന് പേരുടെ പലായനത്തിനും കാരണമായി. റഷ്യയിലെ ജനനനിരക്ക് നിലവിൽ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലാണ്. 2024 ആദ്യ പകുതിയിൽ 5,99,600 കുട്ടികളാണ് റഷ്യയിൽ ജനിച്ചത്.
അതായത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വളരെ കുറവാണ് രേഖപ്പെടുത്തുന്നത്. പ്രസവം വർദ്ധിപ്പിക്കാൻ നിരവധി ആനുകൂല്യങ്ങളും റഷ്യ നടപ്പാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇത് 6,30,400 ആയിരുന്നെങ്കിൽ ഈ വർഷം രണ്ടാമത്തെ കുഞ്ഞാണ് ജനിക്കുന്നതെങ്കിൽ ഇരട്ടി തുകയാണ് റഷ്യ വാഗ്ദാനം ചെയ്യുന്നത്. ഏതായാലും റഷ്യയുടെ ഈ പദ്ധതിക്കെതിരെ പല ഭാഗങ്ങളിൽ നിന്ന് വിമർശനവും ഉയരുന്നുണ്ട്. എന്നാൽ പല ആളുകളും ഇതിനെ അനുകൂലിച്ചുകൊണ്ടും രംഗത്ത് വരുന്നുണ്ട്.